എക്സ്ക്യൂസ് മീ സർ. യെസ് കമീൻ. ആ ശ്രീലക്ഷ്മി, എന്താ കാര്യം? സർ സാറല്ലോ പ്രോജക്റ്റിൻ്റെ ഫയൽ എന്നോട് ഇമെയിൽ ചെയ്യാൻ പറഞ്ഞില്ലേ, ഞാനത് ചെയ്തായിരുന്നു സർ. ആ ശ്രീലു, അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. സർ അതെല്ലാം ഓക്കെ അല്ലേ? ആ അതെ ശ്രീലു, എല്ലാം ഓക്കെയാണ്. ആ പിന്നെ ശ്രീലു, വർക്കൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? സർ നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഇപ്പോൾ. എന്നാലും നമുക്കേ പോവാം. എവിടേക്കാ സർ? അല്ല, നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തില്ലല്ലോ, അപ്പോൾ എനിക്ക് അവിടം വരെ പോകാനുണ്ട്. നമുക്ക് ഒന്ന് ഫുൾ അവിടെ ചെക്ക് ചെയ്യാം, വാ. ഓ അതാണോ? അല്ല പിന്നെ താനെന്താ വിചാരിച്ചേ? ഇല്ല സർ, ഞാനൊന്നും വിചാരിച്ചില്ല, ഞാൻ അവിടേക്കാണോ എന്ന് ചോദിച്ചതാ. ഓക്കെ ശരി, എന്നാ നമുക്ക് പോവാം, സൈറ്റിലോട്ട് പോവാം. ഓക്കെ സർ. സർ ഫ്രണ്ടിലെ വർക്കൊക്കെ ഫിനിഷ് ആയി, ഇനി കുറച്ച് ബാക്കിലെ വർക്ക് ബാക്കിയുണ്ടെന്നാണ് പറഞ്ഞത്. ആ ശരി ശരി, അത് ഞാൻ നോക്കാം. നിങ്ങൾ നോക്കാനത് പിന്നെ എന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത്? എന്തുവാ, എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിന്തമ്മ, എന്ത് കൂർത്ത ചെവിയാ. അടുത്തന്നെ ഇരുന്നിട്ട് മനസ്സിലെന്ന് വിചാരിച്ചിട്ട് ഉറക്കെ പറഞ്ഞാൽ ഞാൻ കേക്കില്ല എന്നാ നിന്റെ വിചാരം? അയ്യോ സർ, അത് പിന്നെ. ആ അത് പോട്ടെ, സാരമില്ല. നീ ഇവിടെ നില്ലേ, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ചേട്ടോയ്. ആ സാറേ. ചേട്ടാ, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം ഓക്കെ അല്ലേ? ആ അതെ സർ, എല്ലാം ഓക്കെയാണ്. ബാക്കിൽ കുറച്ച് പണി ഫിനിഷ് ആവാൻ ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ റെഡിയായി. ഇനിയൊരു 1 വീക്ക് കൊണ്ട് എല്ലാ പണിയും ഫിനിഷ് ആവും. ഓക്കെ ഓക്കെ, പെട്ടെന്ന് തന്നെ തീർക്കണം കേട്ടോ. ഓക്കെ സർ. ശരി എന്നാ, എനിക്കവിടെ ബാക്കിലേ കുറച്ച് ജോലി തീർക്കണ്ട, എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ എന്നാ പൊക്കോളൂ. പിന്നെയല്ലേ സർ, നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് നടക്കണം കേട്ടാ. ഇവിടെ അങ്ങായിട്ട് ഒക്കെ കൂട്ടി വെച്ചിരിക്കുകയല്ലേ, തെന്നി വീഴണ്ട. ആ ശരി ചേട്ടാ, ഞാൻ ശ്രദ്ധിച്ചോണ്ട്. നിങ്ങൾ പോയിക്കോളൂ. സർ എന്താണ് ശ്രീലക്ഷ്മി, ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ? സോറി സർ, അത് പിന്നെ. തന്നോട് ഞാൻ അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്, താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ സർ. എന്താ വീണപ്പോ അതും മറന്നുപോയോ? സർ അത് പിന്നെ ഇല്ലേ, ഇന്ന് ഉച്ചക്ക് മീറ്റിംഗ് ഇല്ലേ? ആ അതെല്ലേ, ആ കാര്യം ഞാൻ മറന്നുപോയി. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. എനിക്കെന്താ പറ്റിയ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഇതൊന്നും അത്ര നല്ലതിനല്ല. എന്ത് നല്ലതിനല്ലാന്ന്? അവളെൻ്റെ ഫ്രണ്ടല്ലേ, ഫ്രണ്ടിനോട് ഇങ്ങനെ പെരുമാറുന്നത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. അവളെൻ്റെ ഫ്രണ്ട് മാത്രം, അത്ര തന്നെ. സർ സർ എന്താ അവിടെ നിൽക്കുന്നത്, വരുന്നില്ലേ? ആ ശ്രീരു, നീ ചെല്ലു, ഞാൻ വരാം. എടോ, താൻ എന്തോ ആയി കാണിച്ചോണ്ടിരിക്കുന്നേ? എന്താ? എടാ, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വന്നതല്ലേ, പിന്നെ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അയ്യോ അലിയ, സോറിടാ. എടാ അത് പിന്നെ ഇല്ലേ, ഞാൻ ആ പെണ്ണിനെ പറ്റി ആലോചിക്കായിരുന്നു. ഏത് പെണ്ണാടാ? എടാ ആ ശ്രീലുവിനെ പറ്റിയിട്ട്. അവളെ പറ്റിയിട്ട് ഇപ്പൊ എന്താ ഓർക്കാൻ? എടാ അത് പിന്നെ ഇല്ലേ, എനിക്ക് അവളെ കാണുമ്പോൾ ഒരു വേറെ തന്നെ ഫീല്, ഇതുവരെ ഇല്ലാത്തൊരു ഫീല്. അതുണ്ടാവുമല്ലോ, ഇത്രയും കാലം നീ ഫോണിലല്ലേ അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ നേരിട്ട് കാണുമ്പോക്ക് വേറെ തന്നെ ഒരു ഫീല് തോന്നുമായിരിക്കും. എടാ അല്ലടാ, അങ്ങനെയല്ല. ഞാനേ അവൾ ആദ്യമായിട്ട് ബീച്ചിലല്ലേ കണ്ടത്, അപ്പൊ തന്നെ എനിക്ക് വേറെ തന്നെ ഒരു ഫീല് തോന്നിയായിരുന്നു. എനിക്കെന്തോ പേടി തോന്നടാ. അതൊക്കെ നീ വീട്ടുകളിയാ, അതൊക്കെ പ്രശ്നമില്ല. അതിപ്പോ സഹജമല്ലേ, പ്രശ്നമില്ല, അതൊക്കെ വീട്ട് നീ മനസ്സിലുകൊണ്ട് നടക്കണ്ട അതൊക്കെ. പിന്നൊരു കാര്യം, നാളെ കഴിഞ്ഞ് മറ്റന്നാളില്ലേ, നിനക്കേ ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. എന്തോന്ന് സർപ്രൈസ്? എടാ പൊട്ടാ, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ സസ്പെൻസ് പോയില്ലേ. എടാ പിന്നെ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്ത് ഹെൽപ്പ്? എന്ത് ഹെൽപ്പാണ് നിനക്ക് വേണ്ടേ? എടാ നീ പറഞ്ഞില്ലേ ശ്രീലൂന്ന്, അവളുടെ ഫോട്ടോ ഇല്ലേ, എനിക്കൊന്ന് വാട്സാപ്പ് അയക്കോ? എനിക്കവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ അവളുടെ ഫോട്ടോ എന്തിനു വാട്സാപ്പ് അയക്കുന്നത്? നിനക്ക് നേരിട്ട് എൻ്റെ ഓഫീസിൽ വന്നാൽ മതിയല്ലോ, ഞാൻ അവളെ നിനക്ക് ശരിക്കും പരിചയപ്പെടുത്തി തരാം. അതത് വേണ്ട, അത് വേണ്ട.
നീ എനിക്ക് ആദ്യം ഫോട്ടോ അയച്ചതാ, എനിക്കെന്തോ പോലെ അന്ന് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നീട് ഒരിക്കൽ നേരിട്ട് സംസാരിക്കാം. എടാ എനിക്ക് മടിയാവുന്നു കളിക്കാൻ. നീ ഇവിടെ റൂഫിൽ കുറച്ച് സമയം ചെലവഴിച്ചോ. എന്നാ ഞാൻ പോട്ടെ, ചെറിയ ക്ഷീണം പോലെ. ആ ശരിടാ, നീ പോകുമ്പോൾ എനിക്ക് ആ ഫോട്ടോ ഒന്ന് വാട്സാപ്പ് അയക്കട്ടാ. എടാ ഞാൻ തനിക്ക് ആ ഫോട്ടോ വാട്സാപ്പ് അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്തോ. ഹലോ സർ, ഞാനൊരു ഫോട്ടോ അയച്ചില്ലേ, നിങ്ങൾ നോക്കിയോ? സർ ഞാനത് ചെക്ക് ചെയ്തു സർ. ആ പെണ്ണ് തന്നെയാണ് സർ ഇവര്. നിങ്ങൾ ശരിക്കും ചെക്ക് ചെയ്തോ? അവരെന്നെയല്ലേ ഇവര്? ശരിയാണല്ലോ അല്ലേ? അതെ സർ, ഞാൻ ഫുള്ള് ചെക്ക് ചെയ്തു. അവര് തന്നെയാ ഇവര്, ഒരു സംശയവും വേണ്ട, അവരെന്നെയാ ഇവര്. ഓക്കെ സർ, ശരി എന്നാ, താങ്ക്സ് കേട്ടാ. എടാ അർജുൻ, നീ ഒരു ദിവസം കാത്തിരുന്നോ? എനിക്ക് നാളെ ഞാൻ നല്ലൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച്.